സോ മക്കളെ, നമുക്ക് ഡ്രഗ്സിനെ സംബന്ധിച്ച് പറയാം. ടോപ്പിക് എന്ന് പറയുന്നത് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് ആണ്. അതിൽ ആദ്യം തന്നെ നമുക്ക് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ഡ്രഗ്സ്. സോ വാട്ട് ആക്ച്വലി ഈസ് ദിസ് ഡ്രഗ്സ്? ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഡ്രഗ്സ് അല്ലെ, നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്, അങ്ങനെയൊക്കെയാണ്. ആക്ച്വലി ഡ്രഗ്സ് എന്ന് പറയുന്നത് ഡ്രഗ്സ് ഈസ് ആക്ച്വലി എനിത്തിങ് വിച്ച് ഇൻട്രൊഡ്യൂസ് ഇൻ ടു ബോഡി വിച്ച് പ്രൊഡ്യൂസസ് എ ഫിസിയോളജിക്കൽ എഫക്ട്. അതിനാണ് ഡ്രഗ് എന്ന് പറയുക. സാധാരണ നമ്മൾ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ കോമൺലി നല്ല കാര്യങ്ങളാണ് മനസ്സിൽ വരേണ്ടത്. ദാറ്റ് ഈസ് അവർ എന്താ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന നമ്മുടെ മരുന്നുകൾ അല്ലെ, മരുന്നുകളാണ് സാധാരണ ഡ്രഗ് എന്ന് പറയുന്നത്. പിന്നെ ഡ്രഗ് ബിക്കംസ് ഡ്രഗ് അബ്യൂസ്. എപ്പോഴാണ് ഡ്രഗ് അബ്യൂസ് ആകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ when this drug is used for other than medicinal purpose അല്ലാതെ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇൻക്രീസ്ഡ് ഫ്രീക്വൻസി ഓർ എമൗണ്ട് അതർ ദാൻ മെഡിസിനൽ പർപ്പസ്, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ഫ്രീക്വൻസി കൂടുതൽ യൂസ് ചെയ്യുക, വിച്ച് ആക്ച്വലി ഇമ്പയർസ് അവർ ഫിസിക്കൽ, 3 ഡൊമൈൻസ് ആണ്: ഫിസിക്കൽ, ഫിസിയോളജിക്കൽ ഓർ സൈക്കോളജിക്കൽ ഫങ്ഷൻസ്. ഇതിനെ അഫക്ട് ചെയ്യുന്ന തരത്തിൽ നമ്മൾ ഇൻക്രീസ്ഡ് ഫ്രീക്വൻസി ഓർ എമൗണ്ട് ഓർ അതർ ദാൻ മെഡിസിനൽ പർപ്പസ്, ഇതിന് യൂസ് ചെയ്യുന്നതാണ് ഡ്രഗ് അബ്യൂസ്. അതർ ദാൻ മെഡിസിനൽ പർപ്പസ്, ഇതാണ് ആക്ച്വലി കംപ്രൈസിങ് ദ ഡ്രഗ് അബ്യൂസ്. വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദിസ് ഡ്രഗ് അബ്യൂസ്. അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു പിടി മരുന്നുകളെ സംബന്ധിച്ചുള്ള പഠനമാണ് നമുക്ക് ഇതിൽ ഉദ്ദേശിക്കുന്നത്. സോ ഡ്രഗ്സ് ഈസ് എനിത്തിങ് വിച്ച് ഇൻട്രൊഡ്യൂസ് ഇൻ ടു ബോഡി. സാധാരണ നമ്മൾ മരുന്നുകൾക്കൊക്കെയാണ് ഡ്രഗ്സ് എന്ന് പറയാം. പക്ഷേ drugs become a drug abuse when it is used for other than medicinal purpose or increased frequency or amount. നമ്മൾ ഒരുപാട് വീണ്ടും യൂസ് ചെയ്യുന്നതാണ് ഇൻക്രീസ്ഡ് ഫ്രീക്വൻസി. ഒരുപാട് എമൗണ്ട് കൂടുതൽ, സാധാരണ അതിനൊരു ടോളറബിൾ, അതിന് മെഡിസിനൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ഒരു ഡോസ് ഉണ്ട്, അതിനേക്കാൾ യൂസ് ചെയ്യുന്നതാണ് ഇൻക്രീസ്ഡ് എമൗണ്ട്, വിച്ച് ആക്ച്വലി ഇമ്പയർസ് ഫിസിക്കൽ, ഫിസിയോളജിക്കൽ ഓർ സൈക്കോളജിക്കൽ functions of our body, that we will call as drug abuse. So അങ്ങനെ അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു പിടി മരുന്നുകളെ സംബന്ധിച്ചാണ് നമുക്ക് പറയാനുള്ളത്. 3 കാറ്റഗറി മരുന്നുകളാണ് പറയാനുള്ളത്. ഒന്ന് ഒപ്പിയോയിഡ്സ് ആണ്, കനാബിനോയിഡ്സ് ആണ്, കൊക്കെയിൻസ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് നത്തിങ് അതർ ദാൻ ഒപ്പിയോയിഡ്സ്. സോ ഒപ്പിയോയിഡ്സ് ആക്ച്വലി ആദ്യം തന്നെ ഇതിന്റെ ആക്ഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഒപ്പിയോയിഡ്സ് ആക്ട് ചെയ്യുന്നത് നമ്മുടെ ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സിൽ തന്നെയാണ്. ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സിലാണ്. ഈ ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സ് എവിടെയുള്ളത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ CNS ആൻഡ് GIT, CNSലും GITയിലാണ് ഈ ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സ് ഉള്ളത്. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ വി ഹാവ് ടു നോ അബൌട്ട് സർട്ടൻ എക്സാമ്പിൾ നമ്പർ 1 ഈസ് മോർഫിൻ. ഓക്കെ, NCERTയിലെ കെമിക്കൽ സ്ട്രക്ചർ ഓഫ് മോർഫിൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. മോർഫിൻ. പിന്നെ എക്സാമ്പിൾ നമ്പർ 2 ഈസ് ഹെറോയിൻ എന്ന് പറയുന്നത് ആക്ച്വലി മോർഫിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ്. കെമിക്കലി ദിസ് ഹെറോയിൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹെറോയിൻ കോമൺലി കാൾഡ് ആസ് സ്മാക്ക് എന്ന് വിളിക്കും. സ്മാക്ക്, ഇംഗ്ലീഷ് സിനിമയിലൊക്കെ പാട്ടിലൊക്കെ കാണാം അല്ലെ, സ്മാക്ക് ഡൗൺ, സ്മാക്ക് എന്നൊക്കെ പറഞ്ഞ സാധനം. സോ ഹെറോയിൻ എന്ന് പറയുന്നത് ഒരു ഡൈ അസറ്റൈൽ മോർഫിൻ തന്നെയാണ് ഹെറോയിൻ. ഓക്കെ, ഡൈ അസറ്റൈൽ മോർഫിൻ. ഓക്കെ, ഡൈഅസറ്റൈൽ മോർഫിൻ. ദിസ് ഈസ് ആക്ച്വലി എക്സ്ട്രാക്റ്റഡ് ഫ്രം പോപ്പി പ്ലാന്റ് ആണ്. എക്സ്ട്രാക്റ്റഡ് ഫ്രം ലാറ്റക്സ് ഓഫ് പോപ്പി പ്ലാന്റ് ആണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലാറ്റക്സ് ഇങ്ങനെ തന്നെ ചോദിക്കാം. ഹെറോയിൻ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം സാപ്പ്, ലാറ്റക്സ്, സ്റ്റെം, റൂട്ട് അല്ലേ. സോ ലാറ്റക്സ് ഓഫ് പോപ്പി പ്ലാന്റ് ആണ്. ഈ പോപ്പി പ്ലാന്റിന്റെ പേരും NCERTയിൽ കൊടുത്തിട്ടുണ്ട്. പെപ്പാവർ സൊംനിഫറം എന്നാണ്. പെപ്പാവർ സൊംനിഫറം എഴുതി വെക്കണം. ഓക്കെ, ഇനി ഹെറോയിന്റെ ആക്ഷൻ എന്താണെന്നുള്ളതും അറിയണം. ആക്ഷൻ സോ നമുക്ക് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് എവിടെ ആക്ട് ചെയ്യുന്നു, പിന്നെ അതിന്റെ ആക്ഷൻ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ആക്ഷൻ ഉള്ളത് എന്നുള്ളത് അറിയണം. സോ ആക്ഷനിൽ നമ്മൾ സാധാരണ പറയും ഹെറോയിൻ ഈസ് എ ഡിപ്രസന്റ്. അതായത് നമ്മുടെ ബോഡി ഫംഗ്ഷൻ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്ന ആളാണ് ഈ ഹെറോയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വേറെ അറിയാനുള്ളത് ഇതിന്റെ മോഡ് ഓഫ് ഇൻടേക്ക് ആണ്. മോഡ് ഓഫ് ഇൻടേക്ക് സാധാരണ ഇതിന്റെ മോഡ് ഓഫ് ഇൻടേക്ക് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സ്നോട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ സ്നോട്ടിംഗ് ഓർ ഇഞ്ചക്ഷൻസ് ആണ്. സ്നോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് സ്നോട്ടിംഗ്. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ. ഓക്കെ, സോ മോഡ് ഓഫ് ഇൻടേക്ക് പഠിച്ചു. ഇനി എന്താണ് ഈ ബ്രൗൺ ഷുഗർ? NCERT കൊടുത്തിട്ടില്ല. ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞാൽ അഡൾട്ടേർഡ് വേർഷൻ ഓഫ് ഹെറോയിൻ ആണ്. നമ്മുടെ ഏത് മോർഫിൻ എന്ന് പറയും, നമ്മുടെ ബ്രൗൺ ഷുഗർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? NCERTയിൽ ഇതിന്റെ നമ്മുടെ പോപ്പി പ്ലാന്റിന്റെ ഒക്കെ ഫിഗറും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനൊരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇതൊക്കെ എന്താ എപ്പോഴാ എങ്ങനെ ചോദിക്കുന്നൊന്നും അറിയാൻ പറ്റില്ല. ഇതൊന്ന് ഐഡന്റിഫൈ ചെയ്ത് ഒന്ന് ഫെമിലിയറൈസ് ചെയ്ത് വെക്കുക. ഇതാണ് പോപ്പി പ്ലാന്റ് എന്നുള്ളത് നോക്കി വെക്കുക. ഓപ്പിയം പോപ്പി കണ്ടോ, ഇതൊരു ബെൻസീൻ റിംഗ് ഉണ്ട്, CH3 ഒരു ഒരു കീറ്റോൺ ഗ്രൂപ്പ് കണ്ടോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു മോർഫിൻ ആണ്, ഏകദേശം അനുമാനത്തിലെങ്കിലും എത്തണം. ഒരു ചെറിയ വേരിയേഷൻസ് ഒക്കെ ചിലപ്പം വരാം. കാരണം ഇത് മോർഫിൻ എന്നുള്ളത് ചിലപ്പോൾ ഒരു നമ്മുടെ എന്താ പറയുക ഹെറോയിൻ രൂപത്തിലേക്കോ ആ രൂപത്തിലേക്ക് മാറുമ്പോൾ ചെറിയ ഡിഫറൻസ് വരാം. പക്ഷേ ആവറേജ് സ്ട്രക്ചർ ഇത് തന്നെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. നെക്സ്റ്റ്, so opioids we have finished. Next we have to discuss about what you know. After opioid is over, we have to discuss about നമ്മുടെ കനാബിനോയിഡ്സ് ആണ്. കനാബിനോയിഡ്സ് എന്താണ് ഈ കനാബിനോയിഡ്സ്? നമ്മൾ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം അല്ലേ, കനാബിനോയിഡ്സ്. ഇതിലാണ് പല വെറൈറ്റികൾ അല്ലേ, മരിജ്വാന, ഹാഷിഷ്, ഗഞ്ച, ചരസ് എന്നൊക്കെ പറഞ്ഞുള്ള സാധനം. പിന്നെ നമ്മുടെ ലൂസിഫർ സിനിമയിൽ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ മലാന അല്ലേ. ഈ സാധനങ്ങളൊക്കെ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലൊക്കെ കോമൺ ആയിട്ട് കിട്ടുന്ന. ഞാൻ അവിടുത്തെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലേക്ക് ഒന്ന് വണ്ടി കയറാൻ നിൽക്കേണ്ട മക്കളെ. ഇതിന്റെ ഒക്കെ ആക്ഷൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതിന്റെ ആക്ഷനും ഇതിന്റെ സൈഡ് എഫക്റ്റും ഇതിന്റെ കിക്കും ഒക്കെ പഠിക്കണം. ബട്ട് നെവർ ട്രൈ ടു ടേസ്റ്റ് ദിസ് വൺസ് ഇൻ യുവർ ലൈഫ്. ഓക്കെ, ഇത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ അഗൈൻ ബിക്കമിങ് പാർട്ട് ഓഫ് എ സൈക്കിൾ. ഒക്കെ ഞാൻ പറഞ്ഞതാണ്. സോ ആക്ച്വലി യു നോ വൺ തിങ്, ഈ മോർഫിൻ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ പറയെങ്കിലും മോർഫിൻ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ഡ്രഗ് അബ്യൂസിൽ കാറ്റഗറൈസ് ചെയ്യുന്ന സാധനം അല്ല കേട്ടോ. മോർഫിൻ ഈസ് ആക്ച്വലി വണ്ടർ ഡ്രഗ്, ഐ വിൽ സേ എ വണ്ടർ ഡ്രഗ്. കാര്യം ക്യാൻസറസ് പേഷ്യൻസിനൊക്കെ, ഒരു ക്യാൻസർ പേഷ്യൻസിനും അതേപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസിന് എന്താ പറയുക നമ്മളിപ്പോൾ സെഡേറ്റീവ് ആയിട്ടും പെയിൻ കില്ലർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന കാറ്റഗറിയാണ് ഈ ഒപ്പിയോയിഡ് കാറ്റഗറി അല്ലെങ്കിൽ മോർഫിൻ ഒക്കെ പോലുള്ള മരുന്നുകൾ. ഈവൻ നല്ല ശ്വാസം മുട്ടലൊക്കെ വരുന്ന പേഷ്യൻസിന്റെ ആ ഒരു റെസ്പിറേറ്ററി ഫംഗ്ഷനെ തൽക്കാലം ഒന്ന് ഡിപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് മോർഫിൻ. ഒരുപാട് ഇൻഡിക്കേഷൻസ് മോർഫിൻ ഉണ്ട്. ഓക്കെ, പെയിന് നല്ലൊരു എക്സലന്റ് മാനേജ്മെന്റ് ആണ് മോർഫിൻ എന്ന് പറയാറുണ്ട്. പാലിയേറ്റീവ് മാനേജ്മെന്റ് ആണ്. അതായത് പാലിയേഷൻ എന്ന് വെച്ചാൽ ആ ഒരു ലൈഫിന്റെ ഒരു ടെർമിനൽ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞ ആളുകൾക്ക് യൂസ് ചെയ്യാം, ഐ മീൻ അവരുടെ പെയിൻ മാനേജ്മെന്റ് യൂസ് ചെയ്യാവുന്ന ഒരു വണ്ടർ ഡ്രഗ് ആണ്. ഈ മോർഫിൻ കഴിച്ചാൽ കുറച്ച് കാലം ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു മിഥ്യാധാരണ ഉണ്ടോ. മോർഫിൻ മാത്രം കഴിച്ചിട്ട് സാധാരണ ജോലിക്ക് പോയിരുന്ന ക്യാൻസറസ് പേഷ്യൻസുകൾ ഉണ്ട്. 20 to 25 years of I know in person a guy who lived more than 25 years, who lived as a in canteen in Calicut Medical College. Calicut Medical College ക്യാൻറ്റീനിൽ വന്നിരുന്ന 25 വർഷം മോർഫിന്റെ ഹയർ ലെവൽ ഡോസേജിൽ യൂസ് ചെയ്ത് അദ്ദേഹം നോർമൽ ആയിട്ട് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയുണ്ട്. ഓക്കെ, സോ മോർഫിൻ ആക്ച്വലി improves the quality of the terminally ill patient and make their life prolonged in a better way. Okay, that is the importance of morphine. But morphine നമ്മൾ കോമൺലി അബ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ കനാബിനോയിഡ്സ് ഞാൻ പറഞ്ഞു, കനാബിനോയിഡ്സ് ഒരുപാടുണ്ട്. അതിലെ കനാബിനോയിഡ്സിന്റെ ആക്ഷൻ, ഫസ്റ്റ് ആക്ഷൻ ആണ്. ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കനാബിനോയിഡ് റിസപ്റ്റേഴ്സ് ആണ്. കനാബിനോയിഡ് റിസപ്റ്റേഴ്സ് എവിടെയാണ് ഈ കനാബിനോയിഡ് റിസപ്റ്റേഴ്സ് ഉള്ളതെന്ന് അറിയോ? എഗെയിൻ നമ്മുടെ CNS അഥവാ ബ്രെയിനിലുണ്ട്. പിന്നെ ദിസ് അഡ്വേഴ്സ്ലി അഫക്ട് അവർ കാർഡിയോ വാസ്കുലാർ സിസ്റ്റം എന്നുള്ളതും NCERT കൊടുത്തിട്ടുണ്ട്. സോ ഈ രണ്ട് സാധനങ്ങളും അക്കോർഡിംഗ് ടു NCERT നിങ്ങൾ അറിയണം. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഞാൻ അത് എഴുതൂല കേട്ടോ. മരിജ്വാന, ഹാഷിഷ്, ഗഞ്ച, ചരസ് എന്നൊക്കെ പറഞ്ഞിട്ട് NCERT കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കി വെക്കാം. ഓക്കെ, then ഇത് എവിടുന്നാണ് ടേക്കൺ? എക്സ്ട്രാക്റ്റഡ് ഫ്രം ഇൻഫ്ലോറസൻസ്. എല്ലാം നമുക്കറിയണം, ഇൻഫ്ലോറസൻസ് ആണ്. ഇൻഫ്ലോറസൻസ് ഓഫ് കന്നാബിസ് സറ്റൈവ എന്ന് പറഞ്ഞ കഞ്ചാവ് ചെടി, കന്നാബിസ് സറ്റൈവ എന്ന് പറഞ്ഞൊരു പ്ലാന്റിൽ നിന്നാണ്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് എടുക്കുന്നത്? മോഡ് ഓഫ് ഇൻടേക്ക് അഗെയിൻ സ്നോട്ടിംഗ് ആണ്. സ്നോട്ടിംഗ് എല്ലാത്തിനും കോമൺ ആട്ടോ. എല്ലാതും, അതായത് 3 കാറ്റഗറി അതിൽ 3ലും കോമൺ ആയിട്ട് സ്നോട്ടിംഗ് ഉണ്ട്. പക്ഷെ ഇവിടെ സ്നോട്ടിംഗ് പിന്നെ യൂഷ്വലി ഇഞ്ചക്ഷൻ അല്ല, ഇത് ഓറലി ഇഞ്ചക്ഷൻ ആണ്. ഓറൽ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വായിലൂടെ നമുക്ക് എടുക്കാം. കന്നാബിസ് കഴിക്കാറാണ് പതിവ്, സാധാരണ സ്നോട്ട് ചെയ്യാറുണ്ട് അല്ലേ. അതായത് സ്നോട്ട് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇൻഹെയിൽ ചെയ്യാണ് പതിവ് കേട്ടോ. സ്നോട്ടിങ്ങിനേക്കാൾ നല്ല നിങ്ങൾ ഇൻഹലേഷൻ ചെയ്തോളൂ, ദാറ്റ് ഈസ് ബെറ്റർ. പുകക്കലാണ് അല്ലേ, കഞ്ചാവ് പുകക്കലാണ്. സോറി, ഇൻഹലേഷൻ ആണ്. ഇറ്റ് ഈസ് നോട്ട് സ്നോട്ടിങ്, ഇറ്റ് ഈസ് ഇൻഹലേഷൻ. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു സാർ. ദാറ്റ് ഈസ് ഇൻഹലേഷൻ ഓർ ഓറൽ ഇഞ്ചക്ഷൻ. സോ ദാറ്റ്സ് ഇറ്റ്. ഈ കഞ്ചാവിന്റെ ആക്ഷൻ NCERT കൊടുത്തിട്ടില്ല കേട്ടോ. പക്ഷെ ആക്ഷൻ, കഞ്ചാവിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു യൂഫോറിയ ആക്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ഒരു എന്താ പറയാ ഒരു ആൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. ആൾട്ടേർഡ് മൈൻഡ് ആൻഡ് ആൾട്ടേർഡ് സെൻസ് ഓഫ് ടൈം എന്നൊക്കെ പറയാറുണ്ട്. ആൾട്ടേർഡ് സെൻസ് ഓഫ് ടൈം എന്താ ഉദ്ദേശം എന്നറിയോ? നമ്മൾ സാധാരണ
കളേഴ്സ് അപ്പിയർ മോർ ബ്രൈറ്റർ, ടൈം അപ്പിയേഴ്സ് ഫ്ലോട്ടിങ് അല്ലേ? ടൈം ഇപ്പം ഇവിടെ അടുത്ത് കണ്ട് ഏതോ ഒരു സിനിമയിൽ ഞാൻ കണ്ടു, ഒരു നടി പറയുന്നുണ്ട്, അവൻ എന്തോന്ന് കഴിച്ചിട്ട് അവൻ പറഞ്ഞു ഈ സ്റ്റെപ്പ് എന്താ ഇത്രയും അവസാനിക്കാത്തത്. അപ്പൊ അവള് കരണക്കുറ്റി കൊണ്ടാണ് കൊടുത്തത്. അവൾക്ക് മനസ്സിലായി. എങ്ങനെയെന്നറിയോ? ആകെ 2 സ്റ്റെപ്പേ ഉണ്ടായിട്ടുള്ളൂ. 2 സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും അവന് പറയുന്നത് ഈ സ്റ്റെപ്പ് എന്താ തീരാത്തത് എന്നുള്ളതാണ്. കാര്യം എന്താ? 2 സ്റ്റെപ്പ് ഇറങ്ങുന്നു, അവന് തീരാത്ത പോലെ തോന്നുന്നത്. 2 സ്റ്റെപ്പ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ആക്ച്വലി ദാറ്റ് ഈസ് ദ എഫക്ട് ഓഫ് കനാബിനോൾ. ടൈം അപ്പിയേഴ്സ് ലൈക്ക് ഫ്ലോട്ടിംഗ് എന്ന് പറയാ, ആൻഡ് കളേഴ്സ് അപ്പിയർ മോർ ബ്രൈറ്റർ, ബട്ട് നെവർ ട്രൈ ടു ടേസ്റ്റ്. ഓക്കെ, that's my takeaway message. So that is altered mind, altered sense of time ഒക്കെ ഉണ്ടാവും cannabinoids യൂസ് ചെയ്താൽ. സോ മക്കളെ, cannabinoids കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കൊക്കീൻ ആണ്. കൊക്കീൻ അഗെയിൻ ചാർലി, പല രൂപത്തിൽ ഇത് പറയാറുണ്ടല്ലേ. ചാർലി എന്നൊക്കെ പറയുന്ന മീൻസ് ചില സിനിമയിലൊക്കെ ചാർലി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ആക്ഷൻ എങ്ങനെയാണെന്നറിയോ? ആക്ഷൻ ഇതിനൊരു സ്റ്റിമുലൻ ആക്ഷൻ ആണുള്ളത് കേട്ടോ. ഒരു സ്റ്റിമുലൻ ആക്ഷൻ ആണ് നമ്മുടെ കൊക്കൈൻ ഉള്ളത്. ഹെറോയിൻ ഒരു ഡിപ്രസന്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഇതിനൊരു സ്റ്റിമുലന്റ് ആക്ഷനാണ് ഓൺ CNS തന്നെയാണ്, ഓൺ CNS, ആൻഡ് ദിസ് അഫക്ട് ദ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ട് യു നോ, ഡോപ്പാമിൻ എന്ന് പറഞ്ഞ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ആ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഇത് അഫക്ട് ചെയ്യുന്നു, ആൻഡ് ക്രിയേറ്റ്സ് എൻ എഫക്ട് വിച്ച് ഈസ് കാൾഡ് എക്സ്ട്രീം പ്ലഷർ ഉള്ള ഒരു എഫക്ട് വിച്ച് ഈസ് കാൾഡ് യൂഫോറിയ. ഒരു യൂഫോറിയ എന്ന് പറഞ്ഞ ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാക്കുന്ന ഒരാളാണ് നമ്മുടെ ഈ കൊക്കൈൻ. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ആക്ഷൻ ഓഫ് കൊക്കൈൻ. ഈ എക്സസീവ് ഡോസേജിൽ ഈ കൊക്കൈൻ ക്യാൻ കോസ് ഹാലൂസിനേഷൻ, അതും NCERT കൊടുത്തു. എക്സസീവ് ഡോസേജിൽ ഇത് ഹാലൂസിനേഷൻ കോസ് ചെയ്യും. ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്തത് കാണും, കേൾക്കാത്തത് കേൾക്കും അല്ലെ? ഈ സാധനങ്ങളൊക്കെയാണ് ഹാലൂസിനേഷൻ. ഓക്കെ, എക്സസീവ് ഡോസേജിൽ. ആൻഡ് ഈ ഇത് എവിടെന്നാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറിത്രോസൈലം കൊക്ക NCERT കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ടേക്കൺ ഫ്രം എറിത്രോസൈലം കൊക്ക. ഓക്കെ, ഹാലൂസിനേഷൻ എക്സസീവ് ഡോസേജിൽ കോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് NCERT പറഞ്ഞ അതർ ഹാലൂസിനോജനിക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് 2 പ്ലാന്റ്സിന് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അട്രോപ്പ ബെല്ലഡോണ, 2 ഡാറ്റൂറയാണ്. അട്രോപ്പ ബെല്ലഡോണ ആൻഡ് ഡാറ്റൂറ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അട്രോപ്പ ബെല്ലഡോണയ്ക്കും ഡാറ്റൂറയ്ക്കും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഡാറ്റൂറന്റെ ഫിഗർ NCERT കൊടുത്തിട്ടുണ്ട്. ആ ഡാറ്റൂറന്റെ ഫിഗർ എന്നിട്ട് ദിസ് പ്ലാന്റ് ഷോസ് വിച്ച് ആക്ഷൻ എന്നുള്ളത്. അതിൽ സാഡ് സ്റ്റോറി, അതിൽ സ്റ്റിമുലന്റ് എന്നുള്ളതും ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. സോ ഇത് വായിച്ച ആൾക്കാർക്ക് ഞാൻ ക്വസ്റ്റ്യൻ കാണിക്കണ്ട്. വായിച്ച ഈ ഒരു കൊക്കൈൻ ഇതൊരു കണ്ട ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് എന്താ പറയാ, ഓക്കെ ഇത് ഡാറ്റുറയാണ്. NCERT അത് കൊക്ക എന്ന് പറഞ്ഞ ആ കൊക്കൈൻ്റെ ഭാഗത്താണ് ഇത് ഡിസ്കസ് ചെയ്ത്. സോ ഒബ്വിയസ്ലി കൊക്കൈൻ ഒരു സ്റ്റിമുലന്റ് ആക്ഷൻ ആണ് ഉള്ളത്. സോ ഇതിനെന്തായാലും സ്റ്റിമുലന്റ് കുത്തിയേക്കാന്ന് പറഞ്ഞ് കുത്തിയ ആൾക്കാർക്ക് ആക്ച്വലി മൈനസ് ആ കിട്ടിയത്. ഇങ്ങനത്തെ ആക്ച്വലി it is better to know everything or knows nothing. ഇടയിൽ കുറച്ച് അറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മൈനസ് അടിക്കും. ഓക്കെ, അതാണ് പ്രശ്നം. സോ സ്പെസിഫിക് ആയിട്ട് എൻട്രൻസിന് അറിയണം എന്നുള്ളതിന്റെ ഒരു പ്രൂഫ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ആ ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ കാണിക്കും, വാട്ട് എവർ. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ സോ ഹാലൂസിനോജനിക് പ്രോപ്പർട്ടി ഉള്ള പ്ലാന്റുകൾ അട്രോപ്പ ബെല്ലഡോണ, ഡാറ്റൂറ ഉണ്ട്. സ്റ്റിമുലന്റ് ആക്ഷൻ ആണ് യൂഷ്വലി, ആൻഡ് ദിസ് ഇസ് ടേക്കൺ ഫ്രം എറിത്രോസൈലം കൊക്ക. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. നെക്സ്റ്റ് ഇതെങ്ങനെ കൊക്കൈൻ ഈസ് വെരി വെരി ഫേമസ് ഫോർ ഇറ്റ്സ് സ്നോട്ടിങ് അല്ലേ? ഇങ്ങനെയാണ് സാധാരണ നിങ്ങൾ എന്താ പറയുക, ലേയേഴ്സ് ആക്കിയിട്ട് വെച്ചിട്ട് ഇങ്ങനെ മൂക്കിലൂടെ ഒക്കെ വെച്ച് എടുക്കുന്ന ആൾക്കാരുണ്ട്. ആക്ച്വലി ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാം? കോംപ്ലിക്കേഷൻസ് ഈവൻ ദിസ് ക്യാൻ കോസ് നേസൽ സെപ്റ്റൽ അൾസറേഷൻ. ഇവിടെ അൾസർ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഹാലൂസിനേഷൻ ഒക്കെ ചില്ലറക്കാരനല്ല കേട്ടോ, ഹാലൂസിനേഷൻ NIT ക്യാമ്പസിലൊക്കെ നിങ്ങൾ എന്തായാലും അഡ്മിഷൻ എടുക്കൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. വാട്ട് എവർ, NIT ക്യാമ്പസിലൊക്കെ, നമ്മുടെ കാലിക്കറ്റ് NIT ക്യാമ്പസിലൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഒരു മെഡിക്കൽ ഡ്യൂട്ടി കിട്ടിയ സമയത്ത് അവന് സ്ഥിരം കിട്ടുന്ന ഒരു കേസായിരുന്നു. എപ്പോഴും മെയിലിൽ മൊത്തം മരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വരുന്ന ആളുകൾ. ദാറ്റ് ഈസ് കോമൺലി കാൾഡ് ആസ് കൊക്കൈൻ ബഗ്സ് എന്ന് പറയാറുണ്ട്. കൊക്കൈൻ ബഗ്സ് എന്താണെന്നറിയോ? കൊക്കൈൻ അധികം യൂസ് ചെയ്ത് അതിൻ്റെ ഒരു വിത്ഡ്രോവൽ എഫക്റ്റ് ആണ് ഈ കൊക്കൈൻ ബഗ്സ്. എപ്പോഴും ഒരു ടാക്ടൈൽ ഹാലൂസിനേഷൻ ഉണ്ടാവും, എന്തൊക്കെയോ അരിക്കുന്ന പോലത്തെ ഒരു ഫീൽ. ദാറ്റ് ഈസ് എ ഹാലൂസിനേഷൻ, ആക്ച്വലി ഒരു സെൻസേഷൻ ആണ്. ആ ഹാലൂസിനേഷൻ ഒക്കെ ഈ കൊക്കൈൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. ഈ ഹാലൂസിനേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഹാലൂസിനേഷൻ, സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ പറയുന്ന സാധാരണ നമ്മൾ ചെന്നി എന്നൊക്കെ പറയുന്നത് അല്ലേ, സ്കിസോഫ്രീനിയ. പക്ഷെ ചെന്നി അങ്ങനത്തെ അസുഖം മാത്രമല്ല. നിങ്ങൾ എ ബ്യൂട്ടിഫുൾ മൈൻഡ് എന്ന് പറഞ്ഞ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ജോൺ നാഷ് എന്ന് പറഞ്ഞ ഒരു റിയൽ ലൈഫ് ക്യാരക്ടർ അതിൽ കൊടുത്തിട്ടുണ്ട്. എ ബ്യൂട്ടിഫുൾ മൈൻഡ്,
A Beautiful Mind. അത് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞ ഈ അസുഖത്തിന്റെ ഒരു ഡേഞ്ചറസ് എഫക്റ്റ് കാണിക്കുന്ന ഒരു റിയൽ ലൈഫ് സിനാറിയോ ആണ് ഈ ബ്യൂട്ടിഫുൾ മൈൻഡ്. അതായത് അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ട് ആക്ച്വലി ഞാൻ ട്വിസ്റ്റ് പൊളിക്കുന്നില്ല, വാട്ട് എവർ. സോ ദാറ്റ്സ് ഇറ്റ്. സോ കൊക്കൈൻ്റെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ വേറെ എൻസിആർടിയിൽ ഓരോ ലൈനും നമുക്ക് വരണ്ടോ. ദീസ് ഡേയ്സ് കനാബിനോയിഡ്സ് ആർ ആൾസോ അബ്യൂസ്ഡ് ബൈ സം സ്പോർട്സ് പേഴ്സൺ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ചോദിക്കാം. ഓക്കെ. ആൻഡ് വേറെയും കുറച്ച് മരുന്നുകൾ കൊടുത്തിട്ടുണ്ട്. ബെൻസോഡയസപിൻസ്. ആക്ച്വലി ബെൻസോഡയസപിൻസ് ഒക്കെ നമ്മളെ ബെൻസോഡയസപിൻസ്, ബാർബിറ്റ്യൂറേറ്റ്സ് ഒക്കെ എൻസിആർടി കൊടുത്തതാ. ഇതൊക്കെ നമ്മൾ ഈ സീജർ അപസ്മാരമൊക്കെ ഉണ്ടാകുന്ന ആളുകൾക്കും ഒക്കെ കൊടുക്കുന്ന സാധനമാണ് കേട്ടോ. പിന്നെ ഈവൻ ആങ്സൈറ്റി ഡിസോർഡർ, ഡിപ്രഷൻ ഡിസോർഡർ ഒക്കെ ഉള്ള ആളുകൾക്ക് കൊടുക്കാറുണ്ട് ബെൻസോഡയസപിൻസ്. പിന്നെ ആംഫിറ്റമിൻസ് ഉണ്ട്, LSD, സ്റ്റാമ്പ് എന്നൊക്കെ പറയുന്നത് അല്ലെ. LSD എന്താ, ലൈസർജിക് ആസിഡ് ഡൈഎഥിൽ അമൈഡ്. ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കോമൺലി അബ്യൂസ് ചെയ്യപ്പെടുന്ന ഡ്രഗുകളാണ് ആക്ച്വലി. ഓക്കെ. ഇൻസോംനിയ, ഡിപ്രഷൻ ഒക്കെ നമ്മൾ ഈ മോർഫിൻ പോലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. വാട്ട് എവർ, ഇതൊക്കെ കോമൺലി അബ്യൂസും ചെയ്യപ്പെടാറുണ്ട്. ഓക്കെ, ദാറ്റ്സ് ദ തിങ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് അനദർ കോമൺലി അബ്യൂസ്ഡ് തിങ്, ദാറ്റ് ഈസ് നത്തിങ്, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അല്ലേ. ദാറ്റ് ഈസ് ടൊബാക്കോ. യെസ്, ടൊബാക്കോ കോമൺലി അബ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് ആണ് നമ്മുടെ ടൊബാക്കോ. ഇന്ത്യയിലൊക്കെ നല്ല കോമൺലി ആയിട്ട് അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് ടൊബാക്കോ. ഈ ടൊബാക്കോയിലെ നിക്കോട്ടിൻ അല്ലെ, നിക്കോട്ടിൻ ആണ് അതിന്റെ പ്രശ്നക്കാരൻ, അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ ടെൻഡൻസി നമുക്ക് ഉണ്ടാക്കുന്നത് നിക്കോട്ടിൻ ആണ്. എന്തുകൊണ്ട് ഈ ടൊബാക്കോ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളത് എൻസിആർടിയിൽ കൊടുത്തിട്ടുണ്ട്. കെമിക്കൽസ് ഒരുപാടുണ്ട്, അതിൽ നിക്കോട്ടിൻ ആണ് ഈ ഒരു അഡിക്ഷൻ ടെൻഡൻസി ഉണ്ടാക്കുന്നത് അല്ലെ. ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിക്കോട്ടിൻ നമ്മളെ അഡ്രിനൽ ഗ്ലാൻഡ് ഉണ്ട്, അറിയാലോ, നമ്മുടെ കിഡ്നി സുപ്രാറിനൽ ഗ്ലാൻഡ് എന്ന് പറയും. അഡ്രിനൽ ഗ്ലാൻഡ് ഉണ്ട്. ഈ അഡ്രിനൽ ഗ്ലാൻഡിനെ ഇത് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഒരുപാട് അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ ഒക്കെ റിലീസ് ചെയ്യും. ഈ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ ഒരുപാട് റിലീസ് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ് ആൻഡ് ഇൻക്രീസസ് BP. ഇതാണ് ഒരു എഫക്റ്റ്. അതേപോലെ തന്നെ നമ്മുടെ സ്മോക്കിംഗ് എന്ന് പറഞ്ഞ സാധനം കാർബൺ മോണോക്സൈഡ് നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ബ്ലഡിൽ ഒരുപാട് കൂട്ടും. ഈ കാർബൺ മോണോക്സൈഡിന്റെ പ്രത്യേകത അഫിനിറ്റി 300 ടൈംസ് മോർ ദാൻ ഓക്സിജൻ ആണ്. സോ HB ഓക്സിജനുമായിട്ട് ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ നടന്ന് കാർബൺ മോണോക്സൈഡ് വന്നാൽ ഓക്സിജൻ ഒരു റോളും ഇല്ല. കാരണം കാർബൺ മോണോക്സൈഡുമായിട്ട് അറ്റാക്ക് ചെയ്യാൻ 300 ടൈംസ് ഇഷ്ടമാണ് ഹീമോഗ്ലോബിൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ റെസ്പിറേഷനിലും പഠിച്ചിട്ടുണ്ട്, കാർബൺ ഡയോക്സൈഡിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു 20 to 25 ടൈംസ് ആണ്. വാട്ട് എവർ, കാർബൺ മോണോക്സൈഡ് നല്ല അഫിനിറ്റി ഉള്ളത് കൊണ്ട് അതാണ് ഇതിന്റെ ഒരു ഇഷ്യൂ അല്ലെ. ഏതിന്റെ ഇഷ്യൂ? നമ്മുടെ ഈ ഒരു സ്മോക്കിങ്ങിന്റെ വൺ ഓഫ് ദ ഇഷ്യൂ. ആൻഡ് ആൾസോ ഇതിന്റെ വേറെ പ്രശ്നം, ഇത് ക്യാൻസറുകളൊക്കെ കോസ് ചെയ്യും. ക്യാൻസർ, ലങ് കോസ് ചെയ്യും. പിന്നെ ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ കോസ് ചെയ്യും. എംഫിസിമ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ റെസ്പിറേഷനിൽ എംഫിസിമ പഠിച്ചിട്ടുണ്ട് അല്ലെ, ആൽവിയോളസിനെ ബാധിക്കുന്നത്. ഇതിന് രണ്ടിനും മെഡിക്കലി ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയാറുണ്ട്, COPD എന്ന് പറയാറുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ ഗ്യാസ്ട്രിക് അൾസർ, കാർസിനോമ, യൂറിനറി ബ്ലാഡർ ഒക്കെ എൻസിആർടിയിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇതൊക്കെയാണ് ഏതിന്റെ എഫക്റ്റ്, നമ്മുടെ സ്മോക്കിങ്ങിന്റെ പ്രശ്നം. ഓക്കെ. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു അബ്യൂസിനെ സംബന്ധിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ഒരു ജനറൽ ടോപ്പിക് ആയിട്ട് നമുക്ക് അഡോളസൻസ് എൻസിആർടിയിൽ കൊടുത്തിട്ടുണ്ട്. അഡോളസൻസ് എന്ന് പറയുമ്പോൾ എന്റേത് ഏകദേശം കഴിഞ്ഞു, ഇനി നിങ്ങളാണ് അഡോളസൻസ് എന്ന് പറയുന്നത് പീരിയഡ് ബിറ്റ്വീൻ നമ്മുടെ എന്താ പറയാ ചൈൽഡ്ഹുഡ്, ഒരു പാലമായിട്ട് അഡോളസൻസിനെ പറയാറുണ്ട്. അഡോളസൻസ് അതായത് ഒരു പാലം, ബ്രിഡ്ജ് വിച്ച് കണക്ട്സ് ദ ചൈൽഡ്ഹുഡ് ടു ദ അഡൾട്ട്ഹുഡ്. ഇതാണ് അഡോളസൻസ്. ഓക്കെ. അഡോളസൻസിനെ പല രീതിയിൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചുമ്മാ അഡോളസൻസ് എന്താണെന്നുള്ളത് ഒന്ന് ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സാധനം കേട്ടോ, ഒരു എനിക്കൊരു കോമഡി ആയിട്ട് തോന്നി. ഇത് പീരിയഡ് ബിറ്റ്വീൻ പ്യൂബർട്ടി ആൻഡ് മെച്യൂരിറ്റി. എനിക്കൊരു അന്തവും കുന്തവും കിട്ടാത്തൊരു സാധനമാണ് പീരിയഡ് ബിറ്റ്വീൻ പ്യൂബർട്ടി ആൻഡ് മെച്യൂരിറ്റി. അതായത് പ്യൂബർട്ടി ആയി കഴിഞ്ഞാൽ നമ്മൾ മെച്യൂർ അല്ല എന്നാണ് അർത്ഥം അല്ലെ. എന്നിട്ട് മെച്യൂർ ആവുന്നത് മുതൽ, സോ മെച്യൂർ ആയി കഴിഞ്ഞാൽ നമ്മൾ അഡൾട്ട് ആയി. ഓക്കെ. ഐ ഡോണ്ട് നോ വെദർ ദിസ് ഈസ് എ ഐഡിയൽ ഡെഫിനിഷൻ ഓർ നോട്ട്. ഐ തിങ്ക് ഒരു ചൈൽഡ്ഹുഡ് അല്ലെ, ഒരു കുറച്ചൊക്കെ ചൈൽഡിഷ്നെസ് നമ്മൾ എത്ര ഓൾഡ് ആയാലും കൊണ്ടു നടക്കണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. എന്നാലേ നമുക്കൊരു ഒരു പവർ ഉണ്ടാവുള്ളൂ അല്ലേ. എപ്പോഴും ഇങ്ങനെ മസിലിട്ട് എയറിട്ട് നടന്നിട്ട് കാര്യമില്ല. വാട്ട് എവർ. സോ പീരിയഡ് ബിറ്റ്വീൻ മെച്യൂരിറ്റി ആൻഡ് പ്യൂബർട്ടി അത് എത്രത്തോളം ബാധകമാണ്, എന്താണ് മെച്യൂരിറ്റിയുടെ ഡെഫിനിഷൻ അല്ലേ, വാട്ട് ഈസ് ദ മെച്യൂരിറ്റി ഡെഫിനിഷൻ ഓഫ് മെച്യൂരിറ്റി? ഐ ഡോണ്ട് നോ.
Whatever, നമുക്ക് എന്ത് പറയാം, പീരിയഡ് ബിറ്റ്വീൻ ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ് എന്ന് വേണമെങ്കിൽ പറയാം. ദ ബ്രിഡ്ജ് കണക്ടിങ് ദ ചൈൽഡ്ഹുഡ് ടു അഡോളസെന്റ്. ദ ബ്രിഡ്ജ് കണക്ടിങ് ചൈൽഡ്ഹുഡ് അഡോളസെൻസ് ഈസ് എ ബ്രിഡ്ജ് ലിങ്കിങ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്. എൻസിആർടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ പീരിയഡ് ബിറ്റ്വീൻ 12 to 18 ഇയേഴ്സ് ആണ്. 12 to 18 ഇയേഴ്സ്, 12 to 18 ഇയേഴ്സിലാണ് നമ്മൾ ടീനേജ് എന്നൊക്കെ പറയാം അല്ലെ. ആക്ച്വലി ടീനേജ് 19 വരെ ടീനേജ് ആണെന്ന് പറയും, പക്ഷേ ഇത് 12 to 18 ആണ് എൻസിആർടി കൊടുത്തത്. വാട്ട് എവർ, ആ ഒരു ജംഗ്ഷൻ ആണ്. ഐ തിങ്ക് മെജോറിറ്റി ഓഫ് അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് യു അല്ലെങ്കിൽ all of you are in this period. What is the issue of you? This എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാം അല്ലേ. സോ അഡോളസൻസിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന്, നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു എക്സ്പെരിമെന്റൽ ടെൻഡൻസി. അഡോളസൻസും അതേപോലെ തന്നെ ആൽക്കഹോൾ അബ്യൂസ്, അത് രണ്ടും ഒരുമിച്ചാണ് കൊടുത്തത്. അഡോളസൻസ് ആൻഡ് ഡ്രഗ് ഓർ ആൽക്കഹോൾ അബ്യൂസ് അല്ലേ, അങ്ങനെയാണ് എൻസിആർടി കൊടുത്തത്. സോ അഡോളസൻസും ഡ്രഗ് ഓർ ആൽക്കഹോൾ അബ്യൂസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് നിങ്ങളെ ഏജും ഡ്രഗ് ഓർ ആൽക്കഹോൾ അബ്യൂസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചത്. ബന്ധമുണ്ട്. കാരണം ഈ ഒരു ഏജിൽ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റാർട്ടിങ് ട്രിഗേഴ്സുകൾ ഉണ്ട്. വാട്ട് ആർ ദ ട്രിഗേഴ്സ്? ട്രിഗേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റിമുലേഷൻ ഉണ്ട് ഫോർ ദ സ്റ്റാർട്ടിങ് ഓഫ് ദിസ് ആൽക്കഹോൾ ഓർ ഡ്രഗ് അബ്യൂസ്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഒരു എക്സ്പെരിമെന്റൽ ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാകും. എക്സ്പെരിമെന്റൽ ടെൻഡൻസി. പിന്നെ ഒരു ക്യൂരിയോസിറ്റി അല്ലെ, ഒരു ക്യൂരിയോസിറ്റി ഫ്രം ഇന്നർ മൈൻഡ്, ഉള്ളിൽ നിന്നൊരു ഇതെന്തായിരിക്കും, അതെന്തായിരിക്കും, അഡ്വഞ്ചർ മൈൻഡ് അല്ലെ, അഡ്വഞ്ചർ മൈൻഡ്. ഇതൊക്കെ നോർമലി വരാവുന്ന സംഗതികളാണ്. ദാറ്റ് ഈസ് അതൊരു പ്രശ്നമേ അല്ല. പിന്നെ മാത്രമല്ല, നമ്മുടെ TV മീഡിയാസ്, നമ്മുടെ സോഷ്യൽ മീഡിയാസ്, എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാം, എനിക്ക് തോന്നുന്നു ഇവിടൊക്കെ ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ് എന്നൊക്കെ എഴുതി വെക്കണം. എൻസിആർടി എന്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്തില്ല എന്നുള്ളത് എനിക്കറിയില്ല. ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ്, ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കണം അല്ലെ. മീഡിയാസ് എന്നുള്ളതിന് പകരം ഇതാണ്ട് എഴുതി വെച്ചാൽ മതി. കാര്യം അതാണ് നമ്മുടെ മെയിൻ സാധനം അല്ലെ. ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ്, ഫേസ്ബുക്ക്. നമ്മൾ 50% അല്ലെങ്കിൽ പലരുടെയും 90% ലൈഫ് ഇപ്പോൾ വെർച്വൽ വേൾഡിലാന്നൊക്കെ പറയുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക് പോലുള്ള സാധനങ്ങളൊക്കെ അല്ലേ. വാട്ട് എവർ, അതിനൊക്കെ ഒരുപാട് റീസൺസ്, അതിൻ്റെ ഒക്കെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഈ ഒരു എന്താ പറയുക ടെൻഡൻസി വരാറുണ്ട്. പക്ഷെ പിന്നീടുള്ള ഒരു സാഡ് ടെൻഡൻസി, സാഡ് സ്ത്രീകളാണ് അൺസ്റ്റേബിൾ ഓർ അൺസപ്പോർട്ടീവ് ഫാമിലി. ചിലവരുടെ പാരൻസ് ചെറുപ്പം മുതലേ സെപ്പറേറ്റഡ് ആണ്. അങ്ങനത്തെ സിറ്റുവേഷനിൽ അവർക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലെ. അൺസപ്പോർട്ടീവ് ഫാമിലി, അവർക്ക് ടെൻഡൻസി ഉണ്ടാക്കാം. വാട്ടർ, ഇതൊക്കെ ട്രിഗേഴ്സ് ആണ്. ഈ ട്രിഗേഴ്സിലൊക്കെ ആയിരിക്കും ഇവർ തുടങ്ങുന്നത്. സോ ഒരു എക്സ്പെരിമെന്റൽ ടെൻഡൻസിയിലായിരിക്കും എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക. ആ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ വെറുതെ ഇങ്ങനെ പിള്ളേരെ കൂടെ മീൻസ് ഫ്രണ്ട്സൊക്കെ കൂടെ ഒന്ന് ജോളിയാക്കാൻ വേണ്ടി തുടങ്ങും. പക്ഷെ പിന്നീട് എന്താ, പിന്നീട് ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വരും. കാര്യം പിന്നീട് ലൈഫിൽ ഒരു എന്തെങ്കിലും ഒരു, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു അഡിക്ഷൻ ലെവലിലേക്ക് പോകുന്നു. നമുക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് എടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. പിന്നീട് നമുക്ക് അത് നമ്മുടെ ലൈഫ് മൊത്തം അതുമായിട്ട് സറൗണ്ട് ചെയ്ത് കിടക്കും. മീൻസ് നമ്മുടെ മെയിൻ അജണ്ട രാവിലെ ഒന്ന് പൂസാവുക എന്നുള്ളതായിരിക്കും. രാവിലെ ഒന്ന് പൂസായിട്ടില്ലെങ്കിൽ കയ്യും കാലും വരക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ വരും. അതിനാണ് വിത്ഡ്രോവൽ എഫക്റ്റ്. ആദ്യം അഡിക്ഷൻ ആണ് വരിക, ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഡിപ്പെൻഡന്റ് ആയി എന്നുള്ളത് അറിയാം. ഓക്കെ, സോ ഇങ്ങനെ ഒരു സൈക്കിളിലേക്ക് പോകുന്നതിന്റെ ട്രിഗർ എന്ന് പറയുന്നത് നമുക്ക് ഈ എക്സ്പെരിമെന്റ് ടെൻഡൻസി ഒക്കെ ആയിരിക്കാം. സോ we want to check from that moment itself. Okay, that is the important thing. That is the takeaway message from me for you. സോ ഇതാണ്. സോ ഇപ്പോൾ തന്നെ ഞാൻ അഡിക്ഷൻ ആൻഡ് ഡിപ്പെൻഡൻസിന്റെ ബേസിക് ഡിഫറൻസ് പറഞ്ഞു. അഡിക്ഷൻ ആൻഡ് ഡിപ്പെൻഡൻസ്. സോ അഡിക്ഷൻ ആൻഡ് ഡിപ്പെൻഡൻസ്, ഞാനൊരു സിമ്പിൾ ആയിട്ടൊരു ചോദ്യം ചോദിക്കാം. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മളെ സൈക്കോളജിക്കൽ അല്ലേ, സൈക്കോളജിക്കൽ ആണോ, സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ് ആണോ, അതോ നമ്മുടെ ഫിസിക്കൽ ഡിപ്പെൻഡൻസ് ആണോ? ഫിസിക്കൽ ഡിപ്പെൻഡൻസ് ആണോ ഏറ്റവും പ്രശ്നം? സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ് ആണ് നമ്മളെ ബ്രെയിൻ, നമ്മൾക്ക് എപ്പോഴും അതിങ്ങനെ കിട്ടണം എന്നുള്ള ഒരു തിങ്കിങ് പ്രോസസ്. അല്ലെങ്കിൽ നമ്മളെ ഫിസിക്കൽ ഡിപ്പെൻഡൻസ് ആണോ ഏറ്റവും പ്രശ്നം? ആക്ച്വലി സ്പീക്കിംഗ് ഫിസിക്കൽ ഡിപ്പെൻഡൻസ് ആണ് ആക്ച്വലി പ്രശ്നം. ഈ ഫിസിക്കലി നമ്മൾ ഡിപ്പെൻഡന്റ് ആയി കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ സാധാരണ പറയാൻ എന്തെന്നറിയോ? യെസ്, ഡിപ്പെൻഡന്റ് എന്ന് പറയും. ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ്. ഫിസിയോളജിക്കൽ അതിന് വിളിക്കുന്ന പേര് അഡിക്ഷൻ എന്നാണ്. അഡിക്ഷൻ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അഡിക്ഷൻ ഈസ് ദ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ അറ്റാച്ച്മെന്റ് ടു സെർട്ടൻ എഫക്ട് ലൈക്ക് യൂഫോറിയ. ഒരു താൽക്കാലികമായിട്ടൊരു സന്തോഷം കിട്ടുന്നതിന്റെ അതിലേക്കുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് ടെമ്പററി ഫീലിംഗ് ഓഫ് വെൽബീങ് അസോസിയേറ്റഡ് വിത്ത് ഡ്രഗ്സ് ഓർ ആൽക്കഹോൾ. യൂഫോറിയ അല്ലെ, ആ യൂഫോറിയ എന്ന് പറഞ്ഞാൽ ടെമ്പററി ഒരു പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതാണ് സൈക്കോളജിക്കൽ. പക്ഷേ അതിനേക്കാൾ മുന്തിയ ഇനം അറ്റാച്ച്മെന്റ് ആണ് ആക്ച്വലി ഡിപ്പെൻഡൻസ്. ഈ ഡിപ്പെൻഡൻസ് ലെവലിലാണ് നമ്മുടെ ബോഡി എന്ത് കാണിക്കുക എന്നറിയോ? യെസ്, അത് കിട്ടിയിട്ടില്ലെങ്കിൽ
നമ്മൾ ചില കളികൾ കാണിക്കും, അതിന് പറയുന്ന പേരാണ് യെസ് വിത്ഡ്രോവൽ എഫക്ട്സ്. വിത്ഡ്രോവൽ എഫക്ട്സ്. ഓക്കെ, വിത്ഡ്രോവൽ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് അയാൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് അതങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ അയാളുടെ ബോഡി കാണിക്കുന്ന ഒരുപാട് റെസ്പോൺസുകൾ ഉണ്ട്. അതിനാണ് വിത്ഡ്രോവൽ എഫക്ട്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ലോക്ക്ഡൗൺ ഫേസിലൊക്കെ ഒരുപാട് അഡ്രസ്സ് ചെയ്യപ്പെട്ട സാധനമായിരുന്നു വിത്ഡ്രോവൽ എഫക്ട്. കാര്യം ഒരുപാട് കുടിയന്മാർ എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലുണ്ട്. ഈ കുടിയന്മാരൊക്കെ എന്താ പറയാ, ഈ വിത്ഡ്രോവൽ എഫക്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ ദിസ് വിത്ഡ്രോവൽ എഫക്ട് എന്ന് പറയുന്നത് ചില്ലറ സാധനം അല്ല കേട്ടോ. ആദ്യം നമുക്ക് ആങ്സൈറ്റി, ഷേക്ക്നെസ്, നോസിയ, സ്വെറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻസൈറ്റി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈവൻ ദിസ് ക്യാൻ കോസ് മെനി സൈക്കോസിസ് ലെവലിലേക്ക് പോകാറുണ്ട് ഈ വിത്ഡ്രോവൽ എഫക്ട്. സൈക്കോസിസ്, എൻസെഫലോപ്പതി എന്നൊക്കെ പറഞ്ഞ മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. വിത്ഡ്രോവൽ ചില്ലറയല്ല, ഈവൻ ദിസ് ക്യാൻ ലീഡ്സ് ടു ഡെത്ത് എന്നും പറയാറുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ദ ഇഷ്യൂ വിത്ത് വിത്ഡ്രോവൽ എഫക്ട്. അതുകൊണ്ടാണ് അത്തരം സിറ്റുവേഷനിലേക്ക് ഡിപെൻഡന്റ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ that's the moment which the patient actually require a high intervention by a എന്താ പറയുക ഡോക്ടേഴ്സ് പിന്നെ ട്രെയിനേഴ്സ് ഒക്കെ വെച്ചിട്ട് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് റിവേഴ്സ് ചെയ്യണം. ദാറ്റ്സ് എ മെഡിക്കൽ കണ്ടീഷൻ ആക്ച്വലി, അല്ലേ? നിങ്ങൾ വെള്ളം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കറക്റ്റ് ആ ഒരു എഫക്റ്റ് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള സിനിമകൾ. ഓക്കെ, വാട്ട് എവർ ദിസ് ഈസ് ദ വിത്ഡ്രോവൽ എഫക്റ്റ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് എഫക്ട്സ് ഓഫ് ഡ്രഗ്സ് ഓർ ആൽക്കഹോൾ അബ്യൂസ്. എഫക്ട്സ് ഓഫ് ഡ്രഗ്. സോ ബാക്കിയുള്ളൊക്കെ നിങ്ങൾ വായിക്കുക, ഒരു ജനറൽ ടോപ്പിക് ആണ്, എല്ലാം ഞാൻ പീപ്പ് ചെയ്തിട്ട് പറയുന്നില്ല, അത് നമുക്ക് അത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. ബാക്കി നിങ്ങൾ വായിക്കാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. സോ എഫക്ട്സ് ഓഫ് ആൽക്കഹോൾ ഓർ ഡ്രഗ് അബ്യൂസ് എൻസിആർടിയിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് വരിക ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആയിട്ട് കൊടുക്കുക ഒരു റെക്ലെസ് ബിഹേവിയർ ആണ്. റെക്ലെസ് ബിഹേവിയർ, ഒരു വാൻഡാലിസം എന്ന് കൊടുത്തിട്ടുണ്ട്. വാൻഡാലിസം എന്ന് പറഞ്ഞാൽ പബ്ലിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒക്കെ ഇങ്ങനെ ഡിസ്ട്രക്ട് ചെയ്യുന്ന ഒരു വയലന്റ് ടെൻഡൻസിയാണ്. ഓക്കെ, വയലൻസ് ഇതാണ് ആദ്യം വരിക. ഓക്കെ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോകും. പിന്നെ ഇതിന്റെ ഒരു എക്സസീവ് ഡോസേജിൽ എൻസിആർടി കൊടുത്തിട്ടുണ്ട്. എക്സസീവ് ഡോസേജിൽ excessive dosage can leads to റെസ്പിറേറ്ററി ഫെയിലിയർ, നമ്മുടെ റെസ്പിറേഷന്റെ ഫെയിലിയറിന് കോസ് ചെയ്യാം, ഹാർട്ട് ഫെയിലിയർ, പിന്നെ സെറിബ്രൽ ഹെമറേജ് എൻസിആർടി കൊടുത്തിട്ടുണ്ട്. ഹാർട്ട് ഫെയിലിയർ, സെറിബ്രൽ ഹെമറേജ് എന്നാൽ ബ്ലീഡിംഗ് ടെൻഡൻസി, അതായത് ബ്ലീഡിംഗ്, നമ്മുടെ ബ്രെയിന് ബ്ലീഡ് ചെയ്യാം, ബ്രെയിനിൽ ബ്ലീഡിംഗ് നടക്കുക. ദിസ് ക്യാൻ ലീഡ്സ് ടു കോമ ആൻഡ് ഡെത്തിലേക്കൊക്കെ പോകും. ദിസ് എക്സസീവ് ഡോസേജിലാണ്. ഇതൊക്കെ അതിൻ്റെ ഒരു ഡേഞ്ചറസ് എഫക്റ്റ് ആണ്. പക്ഷേ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ ഇതൊന്നും അല്ല വരിക, അല്ലെ? ഇനീഷ്യലി നമുക്ക് ഏറ്റവും ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് വാർണിംഗ് സൈനുകളാണ് കിട്ടുക. വാർണിംഗ് സൈൻ എന്ന് പറഞ്ഞാൽ ഒരു ആങ്സൈറ്റി, വാർണിംഗ് സൈൻ ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ എപ്പോഴും ഒരു ആൽക്കഹോൾ അബ്യൂസ് റീസെന്റ് ആയിട്ട് ഇങ്ങനെ ഒരു സംഗതികൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അക്കാഡമിക് പെർഫോമൻസ് ഒക്കെ അവർക്ക് വീക്ക് ആയിട്ടുണ്ടാവും. പിന്നെ അവർക്ക് സാധാരണ ഒരു പേഴ്സണൽ ഹൈജീനിലൊന്നും വലിയ കോൺഷ്യസ്നെസ് ഉണ്ടാവില്ല. പിന്നെ സോഷ്യലി അവരെപ്പോഴും ഐസൊലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഡിപ്രഷൻ ഉണ്ടാകും, ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഹോബീസ്. സാധാരണ അവർക്ക് ഹോബീസ് കിട്ടിയ ഒരു സംഗതികൾ ഉണ്ടായിരുന്നു, ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഇപ്പോൾ പോയി. പിന്നെ സ്ലീപ്പിംഗ് പാറ്റേണുകളൊക്കെ മാറി തുടങ്ങി. അങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് പോകും. പിന്നീട് അവർ പതുക്കെ അതിനുശേഷം അവർ പൈസ മോഷ്ടിക്കുക. അതൊരു ക്ലാസിക്കൽ സാധനം കേട്ടോ, സ്റ്റീലിംഗ് എന്ന് പറയുന്നത്. കാര്യം എന്താ? അവരുടെ ഒരു ഡിപെൻഡന്റ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് എങ്ങനെയും കിട്ടുക എന്നുള്ളതാണ്. അതാണ് അവരുടെ ലൈഫിലെ മെയിൻ എയിം. കാര്യം അത് കിട്ടിയില്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് അവരുടെ ലൈഫ് നിലനിർത്തണമെങ്കിൽ, ജീവൻ നിലനിർത്തണമെങ്കിൽ അത് കിട്ടിയേ പറ്റൂ. അല്ലാതെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ, അത് കറക്റ്റ് വെള്ളം എന്ന് പറഞ്ഞ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അത് ഇല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകില്ല. അവരുടെ കൈ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അത് എങ്ങനെയെങ്കിലും കിട്ടുക എന്നുള്ളതായിരിക്കും. സോ ആരും പൈസ കൊടുക്കൂല, അതൊരു വല്ലാത്ത അവസ്ഥയല്ലേ, പൈസ കൊടുക്കില്ല. സോ അവർക്ക് മോഷ്ടിക്കേണ്ടി വരും കാര്യം, അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോവില്ല കാര്യങ്ങൾ. ദാറ്റ്സ് ദ എഫക്റ്റ് ആക്ച്വലി. അത് അത്ര എഫക്റ്റിലേക്ക് പോകും. സോ ഈ ആൽക്കഹോൾ ബാധിക്കുന്ന അവയവം ഏതാണ്, മെയിൻലി ബാധിക്കുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ദാറ്റ് ഈസ് നത്തിങ് അതർ ദാൻ അവർ ലിവർ ആണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ബാധിക്കുക. ഈ ലിവറിന്റെ ഒരു ഇറിവേഴ്സിബിൾ ഡാമേജ് ഓഫ് ലിവർ ബിക്കോസ് ഓഫ് ദിസ് ക്രോണിക് ആൽക്കഹോൾ കൺസംഷൻ, ദാറ്റ് ഈസ് കാൾഡ് സിറോസിസ് എന്ന് പറയാറ്, ലിവർ സിറോസിസ്. നിങ്ങൾ അയാളും ഞാനും തമ്മിൽ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടാവും. അതിൽ ലിവർ സിറോസിസ് വിത്ത് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ, ഇൻഗ്വൈനൽ ഹെർണിയ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, അല്ലേ? പേര് സലീം കുമാറിന്റെ ക്യാരക്ടർ. ആക്ച്വലി ദാറ്റ്സ് എ റിയൽ ലൈഫ് സിനാറിയോ. എവറി മെഡിക്കോസ് വിൽ ഹാവ് സച്ച് റിയൽ ലൈഫ് സിനാറിയോ. എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു. എൻ്റെ തേർഡ് സെമ്മിൽ എനിക്കൊരു നമുക്ക് വൈവ പോലുള്ള അല്ലെങ്കിൽ പേഷ്യൻസിനെ കിടത്തിയിട്ടുള്ള എക്സാമുകൾ ഉണ്ടാകാറുണ്ട്. സോ പേഷ്യൻസ് ബെഡിൽ കിടക്കുന്നുണ്ടാവും,
പേഷ്യൻസിൻ്റെ ഫൈൻഡിങ് നമ്മൾ 10 ഫൈൻഡിങ്, എൻ്റെ ഒരു സ്റ്റേഷനിൽ 10 ഫൈൻഡിങ് പറയാൻ പറഞ്ഞു. ഞാൻ പേഷ്യൻ്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് കുഴപ്പമില്ല, എനിക്ക് അത്യാവശ്യമൊക്കെ കിട്ടി, ഞാൻ പക്ഷെ 10 കിട്ടുന്നില്ല, ഒരു 9 കിട്ടി. അപ്പോൾ പേഷ്യൻ്റ് ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ കാലുമേൽ നീരുണ്ട് കേട്ടോ. അപ്പോഴായിരുന്നു ഞാൻ കാലുമൊക്കെ നോക്കുന്നത്. കാലുമൊക്കെ നോക്കി ഞാൻ അയാളോട് താങ്ക്സ് പറഞ്ഞു. ആക്ച്വലി പേഷ്യൻസ് സംടൈംസ് ടീച്ചേഴ്സ്. ദാറ്റ്സ് ദ ഇൻട്രസ്റ്റിംഗ് thing in the medical MBBS life. You will experience it. Okay, so that is the thing regarding the liver. Now regarding IV drug abuses, intravenous drug abuses le intravenous ആയിട്ട് നമ്മൾ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളുകളുടെ കിട്ടാവുന്ന അസുഖം, ഒബ്വിയസ്ലി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി കിട്ടാവുന്ന അസുഖം ഒന്ന് ഹെപ്പറ്റൈറ്റിസ് ബി, രണ്ട് HIV AIDS തന്നെയാണ്, HIV AIDS. ഓക്കെ, AIDS or hepatitis B, AIDS or hepatitis B. Hepatitis B ക്രോണിക് ആയിട്ട് കിട്ടുന്ന ആളുകളുണ്ടോ, അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. അത് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി കാരിയേഴ്സ് പലരും ഭയങ്കര കോമൺ ആണ്, പലരും അത് വെറുതെ ചെയ്യുമ്പോഴായിരിക്കും കാണുന്നത്. അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല, നോ ഇഷ്യൂസ്. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ബി ഡേഞ്ചറസ് ആകാറുമുണ്ട്. സോ ദാറ്റ്സ് ദ തിങ്. നൗ NCERT സോ ഈ ലിവർ സിറോസിസ് എന്ന് പറയുന്നത് ആക്ച്വലി ലിവർ ഷ്രിങ്ക് ചെയ്യുന്ന അവസ്ഥ. ആദ്യം ലിവർ അഫക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു ഫാറ്റി ലിവർ കണ്ടീഷനിലേക്ക് പോകുന്നു. ഫാറ്റി ലിവർ ഗ്രേഡ് 1, 2, 3, 4 കഴിഞ്ഞിട്ടാണ് ലിവർ സിറോസിസ്. പിന്നെ ലിവർ ഇങ്ങനെ ഷ്രിങ്ക് ചെയ്യുക, ചുരുങ്ങുന്ന ഒരു കണ്ടീഷനാണ് ലിവർ സിറോസിസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, കോമൺലി സ്പോർട്സ് പേഴ്സൺസ്, അതായത് ഉത്തേജകം വരുന്നത്, ഡോപ്പിംഗ് എന്നാണ് അതിന് പറയുക, ഡോപ്പിംഗ്. കോമൺലി സ്പോർട്സ് പേഴ്സൺസ് അബ്യൂസ് ചെയ്യുന്ന മെഡിസിൻസ്, അതിനാണ് ഡോപ്പിംഗ് എന്ന് പറയുക. അത്തരം മെഡിസിനുകൾ NCERT കൊടുത്തിട്ടുണ്ട്. ഒന്ന് അനബോളിക് സ്റ്റിറോയിഡ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഐ വിൽ പുട്ട് 3 സ്റ്റാർ ഫോർ ദിസ് അനബോളിക്സ്. ഇതാണ് കോമൺ ഉത്തേജകം വരുന്നത്, അനബോളിക് സ്റ്റിറോയിഡ്സ്. പിന്നെ നാർക്കോട്ടിക് അനാൽജസിക്സ്. അനാൽജസിക്സ് ഇപ്പോൾ കുറച്ച് നമ്മളിപ്പോൾ പറഞ്ഞ മോർഫിൻ പോലുള്ള സാധനങ്ങൾ, നാർക്കോട്ടിക്സ് ഈസ് എ ഡെഡി ബിസിനസ് അല്ലേ. പിന്നെ ഡയൂററ്റിക്സ്, പിന്നെ ചില ഹോർമോൺസ്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കോമൺലി യൂസ്ഡ് ഫോർ ഡോപ്പിംഗ് പർപ്പസ് എന്ന് പറഞ്ഞിട്ട് ഇതിലേതേ അല്ലാത്ത ഓപ്ഷൻ ചോദിക്കാം അല്ലേ. സോ നാർക്കോട്ടിക് അനാൽജസിക്സ്, ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ക്ലിയർ ആണല്ലോ. ഇനി അനബോളിക് സ്റ്റിറോയിഡിന്റെ എഫക്റ്റുകൾ ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ NCERT കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അനബോളിക് സ്റ്റിറോയിഡ്സ്. സോ അനബോളിക് സ്റ്റിറോയിഡ്സ്, ദ എഫക്ട്സ് അല്ലെങ്കിൽ ദ സൈഡ് എഫക്ട്സ് അല്ല, ദ സൈഡ് എഫക്ട്സ് ഓഫ് അനബോളിക് സ്റ്റിറോയിഡ്സ് ഇൻ ഫീമെയിൽസ് ആൻഡ് മെയിൽസ് NCERT കൊടുത്തിട്ടുണ്ട്. ഫീമെയിൽസ് ആൻഡ് മെയിൽസ് അത് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. അതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സൈഡ് എഫക്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കാം ചോദ്യം. സോ അത് നിങ്ങളൊരു കോളമായിട്ട് എഴുതി പഠിക്കണം. സോ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഫീമെയിൽസിന് ഒരു മസ്കുലിനൈസിങ് ടെൻഡൻസി ഉണ്ടാവും, മെയിൽസിനോ ഒരു ഫീമെയിൽ ടെൻഡൻസിയിലോട്ടാണ് അവർ വരിക. ഇവിടെ ഒരു മസ്കുലിനൈസേഷൻ ഉണ്ടാവും, മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും ഫീമെയിൽസിൽ. ഓക്കെ, മസ്കുലിനൈസേഷൻ ഉണ്ടാവും, ഒരു ഇൻക്രീസ്ഡ് അഗ്രസീവ് ആവും ആ ഫീമെയിൽ. ഓക്കെ, ഇൻക്രീസ്ഡ് അഗ്രസീവ്, ഡീപ്പനിങ് ഓഫ് വോയിസ് ഡീപ്പൻ ചെയ്യും. പിന്നെ രണ്ടാൾക്കും കോമൺ ആയിട്ട് മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ ഉണ്ടാവും. മൂഡ് സ്വിങ്ങും ഡിപ്രഷനും രണ്ടിലും കോമൺ ആയിട്ട് ഉണ്ടാകാം. പിന്നെ ഒരു അബ്നോർമൽ മെൻസ്ട്രൽ സൈക്കിൾ ഇവിടെ ഉണ്ടാവും. മെൻസ്ട്രൽ സൈക്കിൾ വളരെ കുറയും യൂഷ്വലി. അബ്നോർമൽ മെൻസ്ട്രൽ സൈക്കിൾ, എക്സസീവ് ഹെയർ ഗ്രോത്ത്, ഹെയർ അവിടെ ആണുങ്ങളെ പോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ ക്ലൈറ്റോറിസിന്റെ എൻലാർജ്മെന്റും ഫീമെയിൽസിൽ കാണാം. ഓക്കെ, കുറെ കാര്യങ്ങൾ NCERT കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൽസിൽ ആക്നെ ഉണ്ടാവും എന്ന് പറയുന്നു. മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ രണ്ടിലും കോമൺ ആയിട്ട് ഉണ്ടാകും. പിന്നെ സ്പേം പ്രൊഡക്ഷൻ കുറയും. ഡിക്രീസ്ഡ് ടെസ്റ്റിസിന്റെ സൈസ് കുറയും, അതുകൊണ്ട് തന്നെ ഡിക്രീസ്ഡ് സ്പേം പ്രൊഡക്ഷൻ. പിന്നെ അതേപോലെ തന്നെ ഫീമെയിൽസിലെ പോലെ ബ്രസ്റ്റ് ഇൻക്രീസ് ചെയ്യും, ഇൻക്രീസ്ഡ് ബ്രസ്റ്റ് എൻലാർജ്മെന്റ്. അതിന് മെഡിക്കലി ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയാറുണ്ട്. കിടക്കട്ടെ, ഒരു എക്സ്ട്രാ പോയിന്റ് അല്ലെ, ഗൈനക്കോമാസ്റ്റിയ. പിന്നെ NCERT കൊടുത്തിട്ടുണ്ട് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എൻലാർജ്മെന്റ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് മെയിനിൽ കാണുന്ന പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എൻലാർജ്ഡ് ആവും. പിന്നെ ബാൾഡ്നെസ്, പ്രിമച്ചുർ ആയിട്ട് ബാൾഡ്നെസ് ഉണ്ടാകും എന്നുള്ളത് NCERT കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ലിവർ പൊട്ടൻഷ്യൽ കിഡ്നി ഡിസ്ഫങ്ഷൻ, ലിവർ ഡിസ്ഫങ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് പ്രൊലോങ്ഡ് യൂസിൽ കൊടുക്കുക. പിന്നെ പ്രിമച്ചുർ ക്ലോഷർ ഓഫ് ഗ്രോത്ത് സെന്റേഴ്സ് ഓഫ് ലോങ് ബോൺസ് മെസ് റിസൾട്ട് ഇൻ സ്റ്റണ്ടഡ് ഗ്രോത്ത്. രണ്ടിലും പ്രിമച്ചുർ ആയിട്ട് രണ്ടിലും ഗ്രോത്ത് റിട്ടാർഡ് ചെയ്യും. അതായത് നമ്മുടെ ബോൺസിൽ നമ്മുടെ ബോൺ എന്ന് പറയുകയാണെങ്കിൽ ബോണിൽ ഗ്രോ ചെയ്യുന്ന സെന്റേഴ്സുകൾ ഉണ്ട്, നമ്മുടെ ഗ്രോത്ത് സെന്റേഴ്സുകൾ ഉണ്ട്. ഈ ജംഗ്ഷനിലൊക്കെ ഗ്രോത്ത് സെന്റേഴ്സ്, ഇത് പെട്ടെന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ബോൺ വളരൂല. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് എന്തുണ്ടാകാം, പ്രിമച്ചുർ ക്ലോഷറിൽ സ്റ്റണ്ടഡ് ഗ്രോത്ത് മെയിൽസിലും ഫീമെയിൽസിലും കോമൺ ആയിട്ട് ഉണ്ടാകാം. ഓക്കെ, ഇതിൽ നിന്ന് എന്തും ചോദിക്കാട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉദാഹരണം, ഇൻക്രീസ്ഡ് ക്ലിറ്റോറിസ് എൻലാർജ്മെന്റ്,
testis decreased size, sperm production decreased, breast increased size, prostate decreased size. ഏതാ? പ്രോസ്റ്റേറ്റ് ഡിക്രീസ്ഡ് സൈസ് അല്ല, പ്രോസ്റ്റേറ്റ് ഇൻക്രീസ്ഡ് സൈസ്. സോ അങ്ങനെ ഇങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചും ഓപ്ഷനിൽ കിട്ടുമ്പോഴാണ് നമ്മൾ അയ്യോ അങ്ങനെയൊക്കെ ഇതിലിപ്പോൾ ഏതാന്നുള്ളൊരു കൺഫ്യൂഷൻ വരിക. സോ ബി സ്പെസിഫിക് വൈ ലേണിംഗ്, that is the thing to എന്താ പറയുക, നോട്ട് ഫോർ യുവർ സ്റ്റഡി സ്ട്രാറ്റജി ഫോർ യുവർ മെഡിക്കൽ എൻട്രൻസ്. ഓക്കെ, സോ അത്രയും NCERT കറക്റ്റ് ആക്കിയിട്ട് പഠിക്കുക. നെക്സ്റ്റ് what is remaining is the, what I can say, what is remaining is just prevention and control അല്ലെ. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്നുള്ളൊരു ടോപ്പിക്കാണ് നമുക്ക് റിമെയിൻ ചെയ്യുന്നത്. സോ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, അതായത് ഇത്രയും കാര്യങ്ങൾ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. അതിൻ്റെ മുന്നേ NCERT-യിൽ ഞാൻ കാണിക്കാൻ വിചാരിച്ച കുറച്ച് സാധനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാൻ ശ്രമിക്കാം. കുറച്ച് ഫിഗേഴ്സുകളൊക്കെ ചുമ്മാ ഒന്ന് കണ്ണോടിച്ച് പോകാം. ഓക്കെ, ഇത് നമ്മുടെ ഓപ്പിയം പ്ലാന്റ് ആണ്. മോർഫിന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇത് കനാബിനോഡാണ് കേട്ടോ. ഈ സാധനം കനാബിനോഡാണ്. ഇതിൽ ബെൻസീൻ റിംഗ് ഉണ്ട്, OH ഗ്രൂപ്പിനുണ്ട്, കനാബിസ് സറ്റൈവ. ഇത് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാകണം. ഇതാണ് ഡാറ്റുറ. ഇത് വെച്ചിട്ടാണ് ആ ക്വസ്റ്റ്യൻ വന്നത് കേട്ടോ. ആ ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കാം. അതാ ആ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു. ഡ്രഗ് ദാറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം വിച്ച് ഈസ് ഷോൺ ഹിയർ. ഓക്കെ, 2014 ചോദിച്ചത് അത് ഒരു ഹാലൂസിനേഷൻ ആണ് എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഇത് ഡാറ്റുറന്റെ ഫിഗർ ആണ്. NCERT-ലെ ഈ ഒരു ഏരിയ വെച്ചിട്ട് ചോദ്യം വന്നതാണ്. ഓക്കെ, സോ ഇതിന് സ്റ്റിമുലന്റ് ആയിരുന്നു പലരും കുത്തിയത്. ആൻസർ ഈസ് ഹാലൂസിനോജൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം. ഇതാണ് ഡോപ്പിംഗ് അല്ലേ, ഡോപ്പിംഗ്. ഓക്കെ, സോ നമ്മൾ പ്രിവെൻഷനിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഇതിൽ കാണിക്കാൻ പറ്റുന്ന കുറച്ച് ഫിഗേഴ്സ് ഞാൻ കാണിക്കുകയാണ്. സോ പേഴ്സണൽ ഹൈജീൻ കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ 4 ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 4 ഫോർ ഹ്യൂമേഴ്സ്. ഹോപ്പ് യു റിമെമ്പർ ഫോർ ഹ്യൂമേഴ്സ്. ലൈഫ് സൈക്കിൾ ഓഫ് അസ്കാരിസ് ലംബ്രിക്കോയിഡ്. ഞാൻ ഇൻട്രസ്റ്റിംഗ് ലൈഫ് സൈക്കിൾ ചുമ്മാ പറഞ്ഞ് ഞാൻ മെഡിക്കൽ ടെക്സ്റ്റിൽ നിന്ന് ഡയറക്റ്റ്ലി എടുത്തതാണ് കേട്ടോ. ലൈഫ് സൈക്കിൾ വെറുതെ കിടക്കട ഒരു എക്സ്ട്രാ ആണ് കേട്ടോ. അതൊക്കെ എക്സ്ട്രാ ആണ്. ഡോണ്ട് വറി റിഗാർഡിംഗ് ദിസ്. സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാറ്റുറന്റെ. ഇതിനൊക്കെ സ്ട്രക്ചർ ഇതൊക്കെ നിങ്ങൾ കണ്ടതാണ്. ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഈ ഏരിയയിലാണ് ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് എന്നുള്ളത് അറിയണം. ഇതിൽ 2 ലൈറ്റ് ചെയിൻ തമ്മിൽ ഡൈസൾഫൈഡ് ഇല്ല, ബാക്കി എല്ലാവരും തമ്മിൽ ഡൈസൾഫൈഡ് ബോണ്ട് ഉണ്ട്. ഓക്കെ, ഇതാണ് ന്യൂമോണിയയിലെ അവസ്ഥ അല്ലേ. ന്യൂമോണിയ ഓഫ് ലങ്ങിൽ ആൽവിയോളസിൽ ഫ്ലൂയിഡ് വരുന്ന ഒരു കണ്ടീഷൻ. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സംഗതി ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. ഇത് കിട്ടുമെന്ന് എനിക്കറിയില്ല. അസ്കാരിസ് ലംബ്രിക്കോയിഡിന്റെ ഒരു ഇതെന്ന് മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷൻ ഇത്രയും അസ്കാരിസ് വരുന്ന കണ്ടീഷൻ നൂഡിൽസ് ആണ് എന്നുള്ള രീതിയിലാണ് അവിടെ പ്രചരിച്ചത്. പക്ഷെ ഇത് നൂഡിൽസ് അല്ല, അസ്കാരിസ് ലംബ്രിക്കോയിഡ്സ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വേർബ്സ് ആണ് ഇത്. ഇത്രയും മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷൻ വരാം. ഓക്കെ, സോ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ന്യൂമോണിയ പാച്ച് കാണിച്ചിരുന്നു. ഇതാണ് സൈനോസിസ്. സൈനോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ, ഒരു ബ്ലൂയിഷ് പാച്ച്. ഡിയോക്സിനേറ്റഡ് ഹീമോഗ്ലോബിൻ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് കൂടുമ്പോൾ സൈനോസിസ് വരുന്നതാണ്. ഓക്കെ, ഇതൊക്കെ സൈനോസിസ് ആണ്. ഇതാണ് നമ്മൾ ഇത് വേംസ് കണ്ടത്. ലൈഫ് സൈക്കിൾ നമ്മൾ പറഞ്ഞിരുന്നു. വെറുതെ കേട്ടോ, അതൊക്കെ ചുമ്മാ ഒരു എക്സ്ട്രാ കാര്യങ്ങളാണ്, ഇമ്മ്യൂണിറ്റിന്റെ കാര്യങ്ങൾ. ഇതാണ് സോറിയാസിസ് കേട്ടോ. സോറിയാസിസ് ഞാൻ പറഞ്ഞത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ഇത് നമ്മൾ സ്പ്ലീന്റെ ലൊക്കേഷൻ കാണിച്ചതാണ്. ചുമ്മാ സ്പ്ലീന്റെ ലൊക്കേഷൻ കണ്ടോ, ഇവിടെയാണ് സ്പ്ലീന്റെ ലൊക്കേഷൻ. നമ്മൾ ലെഫ്റ്റ് സൈഡ് ഇതാ ഇവിടെ. ഇത് ചുമ്മാ ടോൺസിലിന്റെ ഒക്കെ ഏരിയ കാണിക്കുന്നത്. ഇത് ഉവ്യൂളാണ്. നമ്മുടെ ടോൺസിൽ ഇങ്ങനെ ഇവിടെയാണ് ഉള്ളത്. ഇവിടെയാണ് നമ്മുടെ ടോൺസിൽസ് കാണാം. ഇത് കാണിച്ചതാണ്. ഓക്കെ,
ക്യാൻസർ. സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആണ്. ഈ പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിൽ നമുക്ക് എന്തൊക്കെയാണ് ആലോചിക്കുന്നത്, അതായത് ഇത്രയും കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഈ ഡിപ്രഷൻ പോലുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതിനെങ്ങനെയാണ് ട്രീറ്റ്. ഈ ഡിപ്രഷൻ പോലുള്ള സിറ്റുവേഷൻ ഈസ് വെരി കോമൺ ഇൻ ദ പ്രസന്റ് സിനാറിയോ കേട്ടോ. ഒരുപാട് ആളുകൾക്കുണ്ട്. പക്ഷേ സ്റ്റിൽ ഒരുപാട് ആളുകൾ അത് എന്തോ വലിയ അസുഖമാണെന്ന് വിചാരിച്ചിട്ട് അത് പറയാൻ പോലും മടിക്കും. നമുക്ക് ബോഡിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ ട്രീറ്റ് ചെയ്യും, പക്ഷേ നമ്മുടെ എന്താ പറയുക, മനസ്സിന് അസുഖം വന്നാൽ നമുക്കൊരു പേടിയും കാര്യങ്ങളൊക്കെയാണ്. സോ ദിസ് വെരി കോമൺ. സ്പീക്ക് ഔട്ട്, സ്പീക്ക് ടു യുവർ ഫ്രണ്ട്സ് യു ഹാവ് ഡിപ്രഷൻ. എപ്പോഴും ഒരു പ്രൊലോങ്ഡ് സാധാ മൂഡ് സ്വിങ്സ് അല്ല കേട്ടോ. എസ്പെഷ്യലി ലേഡീസിലൊക്കെ അവരുടെ മെൻസ്ട്രൽ സൈക്കിളൊക്കെ ആൾട്ടേഴ്സ് മൂഡ് സ്വിങ്സ്, ദാറ്റ്സ് വെരി കോമൺ. പക്ഷേ അതിൽ ഒരു പരിധി വിട്ട് 2 weeks എബോവ് കിടക്കുന്ന ഒരു ലോ മൂഡ്, ദാറ്റ് ഈസ് വെരി കോമൺ ആക്ച്വലി. എസ്പെഷ്യലി നിങ്ങൾ റിപ്പീറ്റേഴ്സ് പീരീഡിൽ ഒക്കെ നല്ല കോമൺ ആണ്. റിപ്പീറ്റേഴ്സ് പീരീഡിൽ ഡിപ്രഷൻ തുടങ്ങിയ ആളുകളെ പോലും എനിക്കറിയാം. സോ ഡോണ്ട് എന്താ പറയുക, ഹാവ് എ സ്റ്റിഗ്മ, ഒരു ഇന്നർ ഇനേർഷ്യ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ജസ്റ്റ് സ്പീക്ക് ഔട്ട് ടു ഐദർ യുവർ പാരൻസ് ആകാം. ചിലപ്പോൾ പാരൻസിന് അറിയായിരിക്കില്ല. പാരൻസ് നീ മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞ് ചിലപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്താം. പാരൻസിന് നിങ്ങളെ ടീച്ച് ചെയ്യേണ്ടത് ദിസ് ഈസ് വെരി കോമൺ എന്ന് പറഞ്ഞ് ടീച്ച് ചെയ്യേണ്ടത് നിങ്ങളാണ്. ആൻഡ് യു ക്യാൻ ആക്ച്വലി ഫസ്റ്റ് നിങ്ങൾ എൻസൈഡി പറഞ്ഞത് ഇതിന്റെ മെത്തേഡായിട്ട് ഈ ഒരു അഡിക്ഷൻ ലെവലിൽ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ലെവലിലൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ ആദ്യം അൺഡ്യൂ പിയർ പ്രഷറിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. സോ അവോയ്ഡ് അൺഡ്യൂ പിയർ പ്രഷർ എന്നുള്ളത് എൻസൈഡി കൊടുത്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ കുട്ടിയും സ്പെഷ്യൽ ആണ്. ഓരോ കുട്ടിക്കും അവൻ്റെതായിട്ടുള്ള, ഇപ്പൊ ചില കുട്ടികൾക്ക് പഠിക്കാൻ കപ്പാസിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷേ അവർ വേറെ എന്തെങ്കിലും മേഖലയിലേക്ക് ഉഷാറായിട്ട് അവർ ചെയ്തിട്ടുണ്ടാകും. നിങ്ങളുടെ തന്നെ പല ആളുകളും പാരൻസിന്റെ നിർബന്ധം കൊണ്ട് ചിലപ്പോൾ റിപ്പീറ്റിംഗ് പീരീഡിലേക്ക് വന്ന ആളുകൾ ഉണ്ടാവും. ഓക്കെ, സിനാറിയോ പലതാണ്, പലർക്കും പലതായിരിക്കാം. ചിലർക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടാകും, പക്ഷെ മാർക്ക് കിട്ടുന്നുണ്ടാവില്ല. വാട്ട് എവർ ദിസ് ഫേസ്, ഈ ഒരു പെർട്ടിക്കുലർ ഫേസ് നിങ്ങൾ തരണം ചെയ്യുക. മാക്സിമം നിങ്ങൾ ശ്രമിക്കുക, മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ഈവൺ ഐ എം ഷുവർ ഐ ഷുഡ് സേ എ ഹൊറിബിൾ ഫാക്ട്, ചിലപ്പോൾ 10% ഓഫ് നിങ്ങൾ ഇതിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവൂ എന്ന് കരുതിയിട്ട് ദാറ്റ്സ് നോട്ട് ദ എൻഡ്. ദാറ്റ്സ് മൈ പോയിന്റ്. എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. എനിക്കൊക്കെ പേഴ്സണലി പല ആളുകളും മെഡിക്കൽ ഫീൽഡ് അല്ലാതെ ഒരു വേൾഡ് ഇല്ല എന്നുള്ള രീതിയിൽ റിപ്പീറ്റ് ചെയ്ത ആളുകളുണ്ട്. അവർ പിന്നീട് അവർക്ക് എൻട്രൻസ് കിട്ടാണ്ട് അവർ വേറെ മേഖലയിലേക്ക് എത്തിയപ്പോൾ അവരറിയാതെ അവരിപ്പോൾ ഹയർ ലെവലിലേക്ക് എത്തിപ്പെട്ട ഒരുപാട് ആളുകളെ എനിക്ക് പേഴ്സണലി തന്നെ അറിയാം. സോ മൈ പോയിന്റ് ഈസ്, ബട്ട് അറ്റ് ദിസ് മൊമെന്റ് ഡോണ്ട് തിങ്ക് ഓഫ് ദാറ്റ്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്യുക, കിട്ടുമെന്നുള്ള വിചാരിച്ചിട്ട് തന്നെ വർക്ക് ചെയ്യുക. പക്ഷേ ഇൻ കേസ് if the fate is bad, just be prepared to face that. That's my point. Okay, so എന്താ പറയുക, ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് എപ്പോഴും മൈൻഡിൽ ഉണ്ടായിരിക്കണം. കാര്യം നമുക്കറിയാം, നമ്മുടെ വേൾഡ് ഒരു കോമ്പറ്റീറ്റീവ് വേൾഡ് ആണ്. അതിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. അത് സ്റ്റഡീസിലായാലും ഏതിലായാലും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. സോ മാക്സിമം ട്രൈ ചെയ്യുക. സോ അവോയ്ഡ് അൺഡ്യൂ പിയർ പ്രഷർ, അതായത് ഓരോ കുട്ടിക്കും അവൻ്റെതായിട്ടുള്ള കഴിവുകളുണ്ട്. അവോയ്ഡ് അൺഡ്യൂ പിയർ പ്രഷർ. ഓക്കെ, നമ്മളൊക്കെ ചെറുപ്പം മുതലേ കമ്പാരിസൺ അല്ലേ, നമ്മുടെ പാരൻസ് ഒക്കെ കമ്പയർ, അവരെ കണ്ടുപിടിക്കുക ഇവരെ കണ്ടുപിടിക്കുക. പക്ഷെ അങ്ങനെയല്ല, ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു പോയിന്റ്. സോ ദാറ്റ്സ് ദ തിങ്. ഓക്കെ, എവ്രിവൺ ഈസ് ബോൺ യുണീക്ക്, നോ കമ്പാരിസൺ ഈസ് പോസിബിൾ. യു ആർ യു ആൻഡ് ഐ ആം ഐ അല്ലേ, ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് പറയുന്നത് NCERT നമ്പർ 2, എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു ഇഷ്യൂ അല്ലെ, ഇങ്ങനെ ഒരു ഇഷ്യൂ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, എഡ്യൂക്കേറ്റ് ആൻഡ് കൗൺസിൽ ചെയ്യുക. കൗൺസിൽ എന്ന് വെച്ചാൽ നമുക്ക് തന്നെ വേണമെങ്കിൽ ചുമ്മാ പറയാം, അവരുടെ ഒരു ടേസ്റ്റിലേക്ക് ചാനലൈസ്, എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ചാനലൈസ് ചെയ്യാൻ വേണ്ടി NCERT പറയുന്നത്. ചാനലൈസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിലേക്ക്, സ്പോർട്സ് ആവും, റീഡിംഗ് ആവും, അതിലേക്ക് അവരുടെ എനർജിനെ, ഈ ഒരു തിങ്കിങ് പ്രോസസ്സിനെ ചാനലൈസ് ചെയ്യുക. എന്നിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, ഫെയിലിയേഴ്സ് ഉണ്ടാകാം, ഫെയിലിയേഴ്സ് ആർ ആക്ച്വലി സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഫോർ സക്സസ് എന്നുള്ളത് അവരെ പറഞ്ഞു. സോ ഫെയിലിയർ ഇസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് എന്നുള്ളത് അവരുടെ പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ, നമ്പർ 3 സീക്കിംഗ് ഹെൽപ്പ് ആണ്. ഈ ഒരു വാർണിംഗ് സൈൻ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, വാർണിംഗ് സൈൻ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കൺസേൺഡ് ആയിട്ടുള്ള ആളുകളെ, പാരൻസിനെയും പിയർ ഗ്രൂപ്പിനെയൊക്കെ പോയിട്ട് മീറ്റ് ചെയ്തിട്ട് അവരുടെ നിന്ന് ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു കാര്യമാണ്. ഓക്കെ, so seeking help, ചിലപ്പോൾ sometimes a good listening ear is all that you need to split the chaos with. ഒന്ന് ലിസൺ ചെയ്താൽ മതിയാവും, പലരുടെയും പ്രശ്നം അതിലൂടെ തന്നെ ചിലപ്പോൾ മാറും. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എൻ സി ആർ ടി ലുക്ക് ഫോർ ഡേഞ്ചർ സൈൻ എന്നാണ് എൻ സി ആർ ടി കൊടുത്തത്. ലുക്ക് ഫോർ ഡേഞ്ചർ സൈൻ. ഓക്കെ, ലുക്ക് ഫോർ ഡേഞ്ചർ സൈൻ നമുക്കറിയാം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ലുക്ക് ഡേഞ്ചറസ് സൈൻ, അക്കാഡമിക് ഇൻട്രസ്റ്റ് പോകുന്നതും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. സോ ലുക്ക് ഫോർ ഡേഞ്ചർ സൈൻ ആണ് നെക്സ്റ്റ്. അതിനുണ്ടെങ്കിൽ നമ്മൾ അതായത് കൺസേൺ ആയിട്ടുള്ള ആള്. സോ ഇനി ഒരു ഫോർ എക്സാമ്പിൾ ഡിപ്പെൻഡന്റ് ലെവലിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെൽപ്പ് എന്തായാലും വേണ്ടി വരും. അതായത് ഒരു ഡിപ്പെൻഡന്റ് ലെവൽ നമ്മൾ പറയുമ്പോൾ സാധാരണഗതിയിൽ നമുക്കറിയാം അതില്ലാണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? we have to seek the professional help. പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ അവരെ ഏതെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഡി അഡിക്ഷൻ സെന്റേഴ്സുകളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ്, ഡി അഡിക്ഷൻ സെന്റേഴ്സുകളൊക്കെ ഒരുപാട് ഇപ്പം നമ്മുടെ മെഡിക്കൽ വേൾഡിലുണ്ട്. അതിനൊക്കെ പോയിട്ടൊന്ന് ലിങ്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഫിഫ്ത്ത് പോയിന്റ്. ദാറ്റ് ഈസ് ദ പ്രൊഫഷണൽ ആൻഡ് മെഡിക്കൽ ഹെൽപ്പ് സീക്കുക. If you have any issues like depression or something, you can simply contact us. Like medical fraternity എപ്പോഴും ഹെൽപ്പിംഗ് ആയിട്ട്, എസ്പെഷ്യലി ഞാൻ പറഞ്ഞു മോഡേൺ വേൾഡിലെ ഡിപ്രഷൻ എന്നുള്ള സാധനം ആക്ച്വലി അത്രയും കോമൺ ആയതുകൊണ്ട് ഡിപ്രഷൻ എന്നുള്ള അതിനെ മുളയിലെ നുള്ളിക്കളയുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് തിങ്. അത് വെച്ചുകൊണ്ടിരിക്കരുത്. സോ ഡിപ്രഷൻ പോലുള്ള സംഗതികളെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, കൺട്രോൾ ചെയ്യാം എന്നുള്ളതിന് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്തത്. അല്ലെങ്കിൽ അഡിക്ഷൻ ലെവൽ, ഡിപ്പെൻഡൻസ് ലെവൽ, ആൽക്കഹോളിക് അഡിക്ഷൻ, ടൊബാക്കോ അഡിക്ഷൻ, എന്തായാലും അതിനെങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് എൻ സി ആർ ടിയിലെ ലാസ്റ്റ് പറഞ്ഞത്. സോ ഇത്രയാണ് നമ്മുടെ എൻ സി ആർ ടിയിൽ നമുക്ക് കറക്റ്റ് പഠിക്കാനുള്ളത്. ഓക്കെ.